കാലത്തിന്റെ അളവുകൾ പോലും കടന്നു നിൽക്കുന്ന ദൈവശക്തി, അതാണ് ശിവൻ. 3 ലോകങ്ങളിലുമുള്ള സൃഷ്ടിയും സംഹാരവും അവന്റെ നൃത്തത്തിന്റെ താളത്തിലാണ് നടക്കുന്നത്. ഒരു നിമിഷം നിശബ്ദത, മറ്റൊന്ന് പ്രളയം, എല്ലാം അവന്റെ ഇഷ്ടാനുസരണം. ഒരു ദിവസം ബ്രഹ്മാവിന്റെ അഹങ്കാരം അതിരുകടന്നു. ശിവന്റെ മഹിമയെ അവൻ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ശിവൻ തന്റെ ജടയിൽ നിന്ന് ഭയാനകമായ ഭൈരവനെ സൃഷ്ടിച്ചത്. ഭൈരവൻ അഗ്നിജ്വാല പോലെ പുറത്തുവന്നു, കാലത്തിന്റെ രൂപമായി. അവന്റെ കണികാഴ്ച പോലും ലോകങ്ങളെ കുലുക്കി. അവൻ ബ്രഹ്മാവിന്റെ അഹങ്കാരത്തിനെ ചെറുത്തു, അതോടെ അവൻ കാലഭൈരവനായി. കാലഭൈരവൻ സമയം തന്നെയാണ്. അവന്റെ പാദനാദം ഒരു യുക്തിയുടെ അവസാനവും മറ്റൊന്നിന്റെ തുടക്കവുമാണ്. അവനെ കാണുന്നത് തന്നെ ആത്മാവിന്റെ പരമാവധി ഭക്തിയിലേക്കുള്ള വഴി. അവൻ ഭയപ്പെടുത്തുന്നവൻ അല്ല, സമയത്തിന്റെ നീതിയാണ് അവൻ. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ശിവന്റെ താളത്തിലാണ്. ഓരോ അവസാനം പോലും ഒരു പുതിയ തുടക്കം തന്നെ. ഇതാണ് ശിവന്റെയും